അപ്പം അതിൻ്റെ ലുക്ക് ഉണ്ടോ അകലെ നോക്കി ആമ്പോ ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് നമ്മൾ ആമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒറിജിനൽ ആമ്പ് തന്നെയാണെന്നാണ് സുൽത്താൻ പറഞ്ഞിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി പവറായിട്ട് വരും. ഗോപ്രോയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് തട്ടി മുട്ടിയൊക്കെ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ എന്നാലും പണ്ടത്തെ അത്ര ഒരു സ്റ്റേബിൾ ആയിട്ടില്ല. ഒരു ക്യാമറ ഒരു നല്ല ഉഷാറായാലേ നമുക്ക് വീഡിയോ എടുക്കണം, നമുക്കൊരു എനർജി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ഡല്ലായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പം പവറായിട്ട് വേറെ കുറേ പേര് പറഞ്ഞു ഇപ്പോൾ എൻ്റെ വണ്ടികൾക്കാളും ആൾക്കാർക്ക് വീഡിയോ കാണാൻ ഇഷ്ടം വേറെ വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളാണ്. അപ്പം അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞാൻ ചെയ്യുന്നതായിരിക്കും വേറെ വ്യത്യസ്തമായിട്ട് വേറെ ലെവൽ വണ്ടികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഗ്രില്ല് വെച്ചില്ലേ, ഇതുപോലത്തെ ഒരു ഷോ ഗ്രില്ല് വെച്ചില്ലേ, ഷോ ഗ്രില്ലും വെച്ചു. പിന്നെ നമ്മൾ ഒരു പുതിയ ആമ്പ് മേടിച്ചെന്ന് പറഞ്ഞാൽ സോണി എക്സ്പ്ലോഡിൻ്റെ 1000 വാട്ട്സിൻ്റെ ആമ്പ് മേടിച്ചെന്ന് പറഞ്ഞായിരുന്നു. അത് ഒറിജിനലാണോ അല്ലയോ എന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ചെക്ക് ചെയ്യണ ഒരു ചെറിയൊരു പാർട്ടും കൂടെയാണ്, അതായത് ഈ റിങ്, അതായത് ഈ കവർ വെക്കണ ഒരു ചെറിയൊരു വീഡിയോയും പ്ലസ് നമ്മുടെ ആമ്പ് മേടിച്ച് ഒറിജിനലാണ് ചെക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ച് കഴിഞ്ഞപ്പം കുറേ പേര് ഇത്രയും വില കുറച്ച് കിട്ടുന്നത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതായത് ഇപ്പം സെറ്റ് പറഞ്ഞാൽ സോണിയുടെ എക്സ്പ്ലോഡിൻ്റെ 1000 വാട്ട്സിന് എങ്ങനെ, അതായത് 1000 വാട്ട്സ് 4 ചാനലിന് എങ്ങനെ വന്നാലും കുറഞ്ഞൊരു 10 രൂപ 11 രൂപ അടുത്ത് വരും. പക്ഷേ എനിക്കത് 6300 രൂപയ്ക്ക് അടുത്ത് കിട്ടി. അപ്പോൾ കുറേ പേര് പറഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, പക്ഷേ അങ്ങനെയല്ലായിരുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സാധനം ഒറിജിനലാണ്, പക്ക ഒറിജിനലാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഓഫറിന് കിട്ടിയതാണ്. നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും എനിക്ക് അതിന് റേറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും OLX-ലൊക്കെ നോക്കുമ്പോഴത്തേനും ഇപ്പോഴും എന്നാ പറയുക, അവർ ഇട്ടേക്കണം, അതായത് സെക്കൻഡ് സാധനത്തിന് 7000 രൂപ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 6000 രൂപ പുതിയ സാധനം, നല്ല സാധനം ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഇപ്പം നിലവിൽ കിട്ടും. നിങ്ങൾ കയറി വേഗം ഓർഡർ ചെയ്തോ, അടിപൊളി സാധനമാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾ 2 ചാനൽ മേടിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പൈസ കൊടുത്തിട്ട് 4 ചാനൽ മേടിക്കാം. അങ്ങനെയുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അതൊന്ന് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും 2 ചാനലിനേക്കാളും ആ സമയത്ത് ഒരു പക്ഷേ റേറ്റ് കത്തി നിൽക്കുവാണെങ്കിൽ 4 ചാനലിനായിരിക്കും എപ്പോഴും ഡിമാൻഡ് കൂടുതൽ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ബഡ്ജറ്റ് ഡൗൺ ആണെങ്കിൽ 2 ചാനൽ മേടിക്കുക, അല്ലെങ്കിൽ 4 ചാനൽ മേടിക്കുക. അപ്പോൾ ഞാൻ ആയിരിക്കും മേടിച്ച് 4 ചാനലാണ്. എനിക്ക് 6300 രൂപയ്ക്കാണ് സാധനം കിട്ടിയത്. അപ്പം ആ ആമ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. പിന്നെ സോണി എക്സ്പ്ലോഡിൻ്റെ ഡയമണ്ട് കുറ്റിയും സബ്ബും കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് സോണി എക്സ്പ്ലോഡിൻ്റെ ഡയമണ്ട് നിങ്ങൾക്കറിയാലോ 1350 വാട്ട്സും 1800 വാട്ട്സിൻ്റെ സബ്ബ് കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കെന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അത് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ JBL ഉണ്ടെങ്കിൽ നോക്കാം, നമുക്ക് JBL വേണോ സോണി എക്സ്പ്ലോഡിന് ഡയമണ്ട് എടുക്കണോ എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും നല്ല സബ് ഏതാണെന്ന് കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ വർക്കൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ തിരക്കായിപ്പോയി. അതുകൊണ്ട് നൈറ്റിലാണ് നമ്മൾ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി വെട്ടം കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്ലാഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാലും വെട്ടം കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എന്നല്ല, ഒരു കട്ടപ്പന വണ്ടികളുടെ ഒരു സ്റ്റൈലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പുറത്ത് വരുന്ന ഒരു കവർ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കവർ. അപ്പോൾ ഞാനിത് വെച്ചേക്കണം കറക്റ്റ് നമ്മുടെ സുൽത്താൻ്റെ വണ്ടിയുടെ പുള്ളി നല്ല കിടക്കാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു സാമ്പിളായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മോഡൽ നമുക്കൊന്ന് വെട്ടയിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു താക്കോൽ അകത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് ഇപ്പോൾ വെട്ടയിട്ട് കാണാനുള്ള യോഗയില്ല. ഇത് നോക്കി, അതെ ഇപ്പോൾ താക്കോൽ കൊണ്ടുവരുന്നതായിരിക്കും. താക്കോൽ മാറ്റി വെച്ചിരിക്കുകയാണ്, പാത്തി വെച്ചിരിക്കുകയാണ്. അത് നോക്കിയോണേ. അപ്പം അതിൻ്റെ ലുക്ക് ഉണ്ടോ അകലെ നോക്കി ആമ്പോ ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വണ്ടിയെല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആദ്യം അത് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്ബും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ സബ്ബല്ല, നമ്മുടെ ആമ്പും കാര്യങ്ങളും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ആമ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആമ്പും കാര്യങ്ങളും നമുക്ക് ഇത് സുൽത്താൻ കണ്ടപ്പോൾ പറഞ്ഞ ഒറിജിനലാണെന്നാണ്. പിന്നെ നമ്മൾ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആണോ എന്നുള്ളത് നമുക്ക് സുൽത്താൻ്റെ വണ്ടിയിൽ വെച്ച് നോക്കി നമുക്കതൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളും, ഇത് നമ്മുടെ ഹെഡിൻ്റെ ഫ്രണ്ടിലത്തെ ഈ കവറയിൽ ഇത് സെറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ ആമ്പും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളത് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ചിരണ്ടി
അതിൻ്റെ മിനുസപ്പെടുത്തി എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ കവറയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരെണ്ണം ഓൾറെഡി ഒട്ടിച്ച് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് അവിടെ വെച്ച് ഒന്ന് ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി നമ്മളിത് അടുത്ത് അത് സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വേണം അതിൻ്റെ അകത്ത് വഴി നമുക്ക് സിലിക്കോണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ. അങ്ങനെ ഒട്ടിച്ചില്ലെങ്കിൽ അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ വെട്ടം വന്ന് ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ നമുക്ക് അകത്ത് വഴി ബ്ലാക്ക് സിലിക്കോണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണം. അപ്പം അത് ഉണങ്ങണ സമയം കൊണ്ട് നമ്മളിത് അടുത്തത് നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സിലിക്കോണും കാര്യങ്ങളൊക്കെ അടിക്കുക കേട്ടോ. അകത്ത് നിന്നാണ് സിലിക്കോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒറിജിനൽ ആമ്പ് തന്നെയാണെന്നാണ് സുൽത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇത് വണ്ടിയിൽ വെച്ചൊന്ന് സുൽത്താൻ്റെ വണ്ടിയിൽ വെച്ച് നമുക്കിത് ചെക്ക് ചെയ്യണം. കാരണം ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കൊറിയറൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങോട്ട് എടുത്ത് എല്ലാവരും കൊറിയർമാരും എടുത്തൊക്കെ എറിയുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പക്കായിട്ട് വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സുൽത്താൻ്റെ വണ്ടിയെ വെച്ച് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് സുൽത്താൻ്റെ 1000 വാട്ട്സിൻ്റെ ഈ സെയിം സാധനം തന്നെ നമ്മൾ അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് നമ്മുടെ ഈ സാധനം ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതുണ്ടോ ഇരിക്കണം, ഇത് കണ്ടോ എക്സ്പ്ലോയിഡിൻ്റെ ഒറിജിനൽ കുറ്റി 1800 വാട്ട്സ്. അമ്പോ ഇതിൻ്റെ ഇട്ടിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ ഇടിയ. പക്ഷേ ഈ കുറ്റി തന്നെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സാധനം കിട്ടാൻ പോലുമില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും കയ്യിൽ എക്സ്പ്ലോയിഡിൻ്റെ 1500 അല്ല 1800 1350 കൊടുക്കാനുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് മീ. നമ്മൾ ദൂരെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആമ്പ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആമ്പിൻ്റെ സബിലേക്കുള്ള കണക്ഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞേ. 2 ചാനലത്. ഓക്കെ. അതിൻ്റെ ഈ ചാനലിൽ നിന്ന് പോസിറ്റീവും അപ്പുറത്തെ നെഗറ്റീവ് എടുക്കണം അല്ലേ. എന്നാൽ അതിൻ്റെ പക്ക എഫക്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ കുറേ സ്വിച്ചൊക്കെ കൊടുത്തേക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ലാമ്പ് പക്ക ഒറിജിനൽ ലാമ്പാണ്. കണക്ട് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല. ജെല്ലൊക്കെ കുറഞ്ഞ കുലുങ്ങുവാണ്. രാത്രി ആയതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അങ്ങ് ഓഫ് ചെയ്തേക്കാണ്. സാധനം ഏതൊക്കെയാലും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ ഇത് അയലോക്കത്തെ വീട്ടുകാരൊക്കെ തീർ കലിപ്പിടും. ഓക്കെ, അയക്കാലും ആമ്പോ അടിപൊളി, ഒന്നും പറയാനില്ല. കിടുക്കാച്ച സാധനം.